തൃശൂരിൽ വലിയ ഇരട്ടത്താപ്പാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തൃശൂരിൽ BJP പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നരനായാട്ടാണ് അല്പസമയം മുമ്പ് കണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പോലീസിനൊപ്പം നിന്നുകൊണ്ട് CPM പ്രവർത്തകരും BJP പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. BJP പ്രവർത്തകർക്ക് നേരെ കല്ലേറടക്കം നടത്തി. വലിയ ആക്രമണമാണ് CPM-ഉം പോലീസും ചേർന്ന് BJP പ്രവർത്തകർക്ക് നേരെ തൃശൂരിൽ അഴിച്ചുവിട്ടത്. BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ലാത്തി കൊണ്ട് അതിശക്തമായി മർദ്ദിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഇതിനു മുൻപ് സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു CPM പ്രവർത്തകർ ചേർന്ന്. അതും പോലീസിന്റെ വലിയ ഒത്താശയോടെയാണ് നടന്നത്. പോലീസ് തീർത്ത ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് വിപിൻ എന്ന CPM പ്രവർത്തകൻ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്ന പോലീസ് BJPയുടെ മാർച്ചിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഉല്ലാസ് ബാബു നൽകുന്ന വിവരമനുസരിച്ച് ഉല്ലാസ് ബാബു അടക്കമുള്ള ആളുകൾ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി പ്രവർത്തകർ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സാനു, നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ഉല്ലാസ് ബാബു പറഞ്ഞത്. സാനുവിന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. നീലിമ, ഇന്ന് വൈകുന്നേരം, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും MPയുടെ ഓഫീസിന് നേരെ കരിയോയിൽ പ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ MPയുടെ ഓഫീസിന് നേരെ അക്രമമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് BJPയുടെ നേതൃത്വത്തിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഒരു ഭാഗത്ത് BJP പ്രവർത്തകർ മാർച്ചുമായി വരുമ്പോൾ മറുഭാഗത്ത് CPM പ്രവർത്തകരും സംഘടിച്ചു നിന്നിരുന്നു. അതായത് BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് നരനായാട്ടാണ്. ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനടക്കം ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള നേതാക്കളെ തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം വന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം എറണാകുളം മേഖലാ പ്രസിഡന്റായിട്ടുള്ള A. നാഗേഷ് ചേരുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു സംഘർഷം? വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആരോപണം പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. MPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ആ ഓഫീസിൽ നേരെ അക്രമം ഉണ്ടാകുന്നു. പിന്നീട് പോലീസ് നടത്തിയത് CPM-നൊപ്പം നിന്നുള്ള അക്രമം. പരാജയത്തെ പരാജയമായി കാണാൻ CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറാവാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് നിരവധി തവണകളിലായി കോൺഗ്രസും CPM-ഉം MP ഓഫീസിന് നേരെ ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുന്നത് സ്ഥിരം പതിവായതിന് എതിരായി ഭാരതീയ ജനതാ പാർട്ടി ജനകീയ പ്രസ്ഥാനമെന്ന രീതിയിലാണ്, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ തയ്യാറായത്. CPM-ഉം പോലീസും ഒത്തുകളിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകളെയാണ് മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും CPM-ന്റെ ആ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ച 75,000-ലധികം ഭൂരിപക്ഷത്തിലാണ്. 6 MLA-മാരുള്ള CPM-ന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചത്. അത് അന്വേഷിക്കാൻ CPM തയ്യാറാകണം. സുനിൽ കുമാറിൻ്റെ മന്ത്രി രാജൻ്റെ ബൂത്തുകളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിലാണ്. സുനിൽ കുമാറിൻ്റെ ബൂത്തിൽ 12 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഓരോ നേതാവിൻ്റെ ബൂത്ത് എടുത്ത് പരിശോധിക്കാൻ തയ്യാറാകണം. ഹിയറിംഗ് സമയത്ത് അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പരാതി കൊടുക്കാതെ ഇത്തരം കള്ളപ്രചരണം നടത്തുന്ന ഇവരുടെ ഈ തെമ്മാടിത്തം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറിയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെയും അവരുടെ ഓഫീസിന് നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരൊറ്റ CPM-ന്റെ ഓഫീസിനകത്തും ഒരാളും കിടന്നുറങ്ങില്ല എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. ഈ BJPക്ക് നേരെ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് നോക്കുകുത്തിയായിരുന്നു. BJP പ്രവർത്തകർക്ക് നേരെ CPM പ്രവർത്തകർ കല്ലെറിയുന്നു. തുടർന്ന് പോലീസുകാരുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർക്ക് നേരെ മാത്രം സംഘർഷം ഉണ്ടാകുന്നു. അത് CPM-ന് ഒത്താശ ചെയ്യുകയല്ലേ പോലീസ്? CPM-ന് ഒത്താശ ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. CPM-ന്റെ ക്രിമിനലുകളെക്കാൾ മോശപ്പെട്ട ഗുണ്ടകളെ പോലെയാണ് പോലീസ് BJPയുടെ നേതാക്കന്മാരെ നേരിട്ടത്. BJP ജില്ലാ പ്രസിഡന്റിനെ ആക്രമിച്ചത് CPM-ഉം അതുപോലെ തന്നെ പോലീസും ഒത്തൊരുമിച്ചാണ്. സഹോദര സ്ഥാപനങ്ങളെ പോലെ പോലീസിന്റെ ഗുണ്ടകളും CPM-ന്റെ ഗുണ്ടകളും ഒത്തൊരുമിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ മൃഗീയമായിട്ടുള്ള ആക്രമണം നടത്തിയത്. സുരേഷ് ഗോപിയുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഓഫീസ്
ഓഫീസിൽ നടത്തിയ ആക്രമണത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി, അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയ ഈ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ CPM-ഉം പോലീസും ഒത്തൊരുമിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം വഹിച്ചുവിടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഈ സംഘർഷത്തിൽ ഏത് തരത്തിൽ തിരിച്ചടിക്കണമെന്ന്, പോലീസില്ലാതെ CPM-നെ എങ്ങനെ തൃശ്ശൂരിൽ നിലനിർത്തണമെന്ന്, 75,000 വോട്ടിന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ തൃശ്ശൂരിലെ BJP സംഘപരിവാർ പ്രവർത്തകർക്ക് പോലീസ് ഇല്ലാതെ എങ്ങനെ CPM-നെ നേരിടണമെന്ന് നന്നായി അറിയാം. അത് വരും ദിവസങ്ങളിൽ തൃശ്ശൂരിന്റെ തെരുവുകളിൽ കാണും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നീലിമ, ഇത്തരത്തിൽ അതായത് ഈ മാർച്ച് നടക്കുമ്പോൾ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കിട്ട് ലാത്തി ഉപയോഗിച്ച് അടിക്കുന്ന പോലീസുകാരൻ നേരത്തെ കാലെ കൂട്ടി തന്നെ തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെയാണ് ഈ ജസ്റ്റിൻ ജേക്കബിനെതിരെ അക്രമം നടത്തുന്നത്. ഹെൽമെറ്റ് വെച്ച്, മാസ്ക് വെച്ച്, മുഖം മറച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് വേണ്ടി തുനിഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിലാണ്. ഇവിടെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, തൃശ്ശൂർ ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ്, അജിത് മൂത്തേരി എന്നിവരാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷനും ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് വളരെ കരുതി കൂട്ടിക്കൊണ്ട് CPM പ്രവർത്തകർക്ക് വേണ്ടി അവർക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് മാറുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പിൽ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇരുഭാഗത്തും സംഘടിച്ച് നിൽക്കുന്ന പ്രവർത്തകരെ അതായത് CPM പ്രവർത്തകരെ കയറൂരി വിടുകയും ഒപ്പം തന്നെ മറുഭാഗത്ത് സംഘടിച്ചിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് BJP പ്രവർത്തകർക്ക് അടിയും അക്രമം നടത്തിയിട്ടുള്ള CPM പ്രവർത്തകർക്ക് തലോടലും നൽകുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് തൃശ്ശൂരിൽ കാണാൻ സാധിച്ചത്. DYSPയുടെ നേതൃത്വത്തിലടക്കം വലിയ പോലീസ് സംഘം ഇവിടെ കാവലൊരുക്കിയിരുന്നു, അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ സംഘർഷം ഉണ്ടാക്കിയത് CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അടിയേൽക്കേണ്ടി വന്നത് BJP പ്രവർത്തകർക്കാണ്. അതായത് 100-ലധികം CPM പ്രവർത്തകർ സംഘടിച്ചെത്തുകയും സോഡാക്കുപ്പികളടക്കം BJP പ്രവർത്തകരുടെ മുകളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടും കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്ന നിലയിലേക്ക് പോലീസ് മാറുകയായിരുന്നു. അതേപോലെ തന്നെ MPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സമയം, അതായത് MPയുടെ ഓഫീസിന്റെ ബോർഡിന് നേരെ കരിയോയിൽ ഒഴിക്കുമ്പോൾ അത് കാഴ്ചക്കാരായി നോക്കി നിന്ന പോലീസ് പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റുകയും പിന്നീട് കാണുന്നത് CPM-ന്റെ നേതാക്കൾ തോളിൽ കൈയിട്ടുകൊണ്ട് DYSPയുടെ മുന്നിലൂടെ ആളെയും ഇറക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ്. അതാണ് ഇവിടെ ഇന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും കരിയോയിൽ ഒഴിച്ചവനെ തലോടലും ഒപ്പം തന്നെ പ്രതിഷേധിച്ചവന് അടിയും നൽകുന്ന അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരും എന്ന് തന്നെയാണ് BJP അറിയിച്ചിരിക്കുന്നത്.